أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടായി സംസാരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വിഷയം ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. വസ്തഈനു ബിസ്സബരി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടി. എന്നാൽ ഈ 2 കാര്യങ്ങൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം ഭയഭക്തി ഉള്ളവർക്കല്ലാതെ സാധ്യമാവുകയില്ല. അള്ളാഹുവിനോട് ഭയഭക്തി ഉള്ളവർക്ക് ഇത് വളരെ എളുപ്പമാണ്, അല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞ വാക്ക് ലകബീറത്തുൻ, തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി തന്നെയാണ്. നമ്മൾ പല ആളുകളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും ശാരീരികമായി നല്ല ആരോഗ്യമുള്ളവരാണ്, സമയമുള്ളവരാണ്. എന്നിട്ടും അവരെ നമസ്കാരം നിർവഹിക്കാതെ, നമസ്കാരത്തെ ഗൗനിക്കാതെ വീടുകളിൽ, ഷോപ്പുകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, ഉദ്യോഗങ്ങളിൽ ഒക്കെ നമസ്കാരത്തെ ഗൗനിക്കാതെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഈ മനുഷ്യന് നിസ്കരിച്ചാൽ എന്താ, ബാങ്ക് വിളിച്ചല്ലോ, ഈ മനുഷ്യന് നിസ്കരിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് നിസ്കരിച്ചാൽ എന്താ, ഇവർക്ക് നിസ്കരിച്ചാൽ എന്താ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പൊ എന്താ അത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. നിസ്കരിക്കുക എന്ന് പറയുന്നത്
വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയഭക്തി ഇല്ലാത്തതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയില്ലാത്തതിൻ്റെ പേരിലാണ് അവർക്കത് ബുദ്ധിമുട്ടും ഭാരവുമായി തീരുന്നത്. അതുപോലെ തന്നെ ക്ഷമിക്കുക എന്ന് പറയുക, അത് വലിയൊരു കാര്യമാണ്. ക്ഷമ ചെറിയ കാര്യമല്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറാതെ അതിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഹറാമുകളിലേക്ക്, തിന്മകളിലേക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ആഗ്രഹിപ്പിക്കും, കൊതിപ്പിക്കും. നമ്മളൊരു പക്ഷേ അതിന് അനുകൂലമായ സാഹചര്യം നമുക്ക് ഒത്തുവരും. എങ്കിലും അതിൽ നിന്ന് അതിലേക്ക്, തെറ്റിലേക്ക് വീണു പോകാതെ നമ്മൾ ക്ഷമയോടെ, കരുത്തോടെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയപ്പെടുന്നത് അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിൽ അങ്ങേറ്റത്തെ ഭയപ്പാടും അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ തഖ്വയുമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അള്ളാഹു എടുത്തു പറഞ്ഞത്. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകും. നോക്കൂ, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സഹാബത്തിനെയും പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. പ്രവാചക കുടുംബത്തെയും സഹാബാക്കളെയും പഠിപ്പിച്ച വലിയൊരു പാഠം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ജീവിതവും എടുത്തു നോക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായാൽ, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു മാർഗം നമസ്കാരത്തിലേക്ക് തിരിയുക, നിസ്കാരത്തിലേക്ക് മാറുക, നിസ്കരിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത്. സ്വഹാബത്തിനും പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണ്. അനേകം ഹദീസുകളിൽ കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, വിഷയങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഇതിനേക്കാളും വലിയൊരു അമൽ ഇല്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ തങ്ങളുടെ അദ്ദേഹത്തിന്റെ വയറുവേദനയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് വല്ലാത്ത കലശലായ വയറുവേദനയാണോ, വലിയ പ്രയാസമാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മരുന്ന് എന്താണ്? നീ പോയി വെള്ളം കുടിക്കാനല്ല പറഞ്ഞത്, ഇന്ന ഇല എടുത്ത് തിന്നുന്നല്ല പറഞ്ഞത്, ഇന്ന മരുന്ന് ഭക്ഷിക്കുക എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖും ഫസ്വല്ലി, നീ പോ, നിസ്കരിക്കുക. ഫഇന്ന സ്വലാത്ത ശിഫാഉൻ, തീർച്ചയായിട്ടും നമസ്കാരം രോഗശമനമാണ്. നമസ്കാരം രോഗശമനമാണ്. നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ അഡ്മിറ്റ് ആകുന്ന സാഹചര്യമുണ്ടാകും. രോഗിക്ക് കഴിയുന്നത്രയും രോഗിക്ക് കഴിയുമെങ്കിൽ ആ സമയത്ത് രോഗിയെ നമസ്കരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ ആ നിസ്കാരത്തെ മുടക്കരുത്. മരുന്നിനേക്കാളും വലിയ ശിഫ ആണ് അവിടെ രോഗിക്ക് ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെ. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമസ്കാരത്തിലൂടെ ഇപ്പോൾ രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അതുകൊണ്ട് നമസ്കാരം എല്ലാം മാറ്റി വെച്ചേക്കാം, വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. ഹോസ്പിറ്റലുകളിൽ നിസ്കരിക്കാൻ എത്ര ഇടം വേണ്ടത്? ബാത്റൂം സൗകര്യമുണ്ട്, ഉദു എടുക്കാനുള്ള ഇടമുണ്ട്. ഉദു എടുക്കാൻ കഴിയത്തില്ല എങ്കിൽ കൂടെ നിൽക്കുന്നവർ ഉദു എടുത്ത് കൊടുപ്പിക്കണം. കിടന്നുകൊണ്ടാണെങ്കിലും നിസ്കരിക്കണം. ആ സമയമാകുമ്പോൾ ഓർമ്മപ്പെടുത്തണം, ബൊഹറായി, അസറായി, ഫർദ് മാത്രം നിസ്കരിക്കുക. കൂട്ടിരിപ്പുകാരായ ആളുകൾ നിസ്കരിക്കുക. അതാണ് ഏറ്റവും വലിയ രോഗശമനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഒന്നാമത്തെ കാര്യം. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അടിമകളെയും അവന്റെ മുന്നിൽ നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം മുസവ്വിജുക, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നില്ലേ? നിനക്ക് ഇണയെ തന്നില്ലേ? അലം ഉക്രിമക, നിന്നെ ഞാൻ ബഹുമാനിച്ചില്ലേ, ആദരിച്ചില്ലേ?
അസ്ഖറ ലക്കൽ ഖൈല വൽ ഇബ്ല, ഒട്ടകത്തെയും കുതിരയെയും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി, സഞ്ചരിക്കാൻ വേണ്ടി കീഴ്പ്പെടുത്തി നിനക്ക് ഞാൻ തന്നില്ലേ? ഉടനെ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അടിമ പറയും, പയപ്പോലും വല, അതെ, ഞാൻ അതെല്ലാം ആസ്വദിച്ചവനാണ്, അതൊക്കെ ഞാൻ അറിഞ്ഞ മനുഷ്യനാണ്. ഉടനെ അല്ലാഹു തആല ചോദിക്കും, ആ തദന്ത അദ്നൽത അന്നക മുലാഖി, എന്നെ കണ്ടുമുട്ടും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എപ്പോഴെങ്കിലും എന്നെ നീ കണ്ടുമുട്ടും, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അടിമയോട് ചോദിക്കും. ഈ സമയത്ത് അവൻ പറയില്ല, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൽ യൗമ അൻസാക കമാ നസീതനി, നീ എന്നെ മറന്നതുപോലെ ഇന്ന് നിന്നെ ഞാൻ മറന്നിരിക്കുകയാണ്, നിന്റെ കാര്യവും ഞാൻ മറന്നിരിക്കുകയാണ്. അള്ളാഹ്ക്ക് മറവി സംഭവിക്കില്ല, പക്ഷെ ഇവിടെ അവന്റെ കാര്യം പരിഗണിക്കുകയില്ല എന്നർത്ഥം. നീ എന്നെ മറന്നത് കൊണ്ടിട്ട് നിന്റെ കാര്യം ഞാൻ പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹു കൈയൊഴിയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ കാർക്കശ്യം പുലർത്തണം. വലിയ അതായത് നമ്മുടെയൊക്കെ കുറച്ചൊക്കെ നമ്മുടെയൊക്കെ അത്താമാർ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സദസ്സുകൾ, കല്യാണത്തിന്റെ സദസ്സുകളിൽ സമയം ഇങ്ങനെ നോക്കിയിരിക്കും. ളുഹർ വാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരിരിക്കില്ല, ഒരു സദസ്സിലും അവരിയ്ക്കത്തില്ല. അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ ഇത് എത്ര അത് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ച ഒരു കാര്യമാണ്, നിസ്കാരം മുടക്കിയിട്ടൊരു പരിപാടിയില്ല. അങ്ങനെ വലിയ കാർക്കശ്യം പുലർത്തുന്ന ആളുകൾ, എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുന്ന ബഹുമാനമുള്ളവരെ, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗനിക്കാൻ പറയും. കേവലം 5 മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ ഒരു 10 മിനിറ്റ്, ഏറ്റവും കൂടുതൽ പോയാൽ ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് മതി ജോലികൾ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തേക്കണം, നിർത്തിയേക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുന്നവരാകണം. എന്നിട്ട് അള്ളാഹ് ഇവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയാം, الذين يظنون أنهم ملاقو ربهم, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരാണവർ. റബ്ബിനെ നാളെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരാണ് ഈ ഭയഭക്തിയുള്ള ആളുകൾ. വഅന്നഹും ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നും അവർ ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ല, അവർ നിസ്കരിക്കുന്ന കൃത്യസമയം ക്ഷമ അവലംബിക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയപ്പെടുന്നത്, ബനൂ ഇസ്രായേലിനെ വീണ്ടും അള്ളാഹു ഉണർത്തുകയാണ്, റബ്ബ് ചെയ്തു കൊടുത്ത നിഅമത്തെ ഒന്ന് ഓർക്കാൻ വേണ്ടി. യാ ബനീ ഇസ്രായീൽ, ഓ ഇസ്രായേലി സന്തതികളെ, ഉദ്കുറൂ നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർക്കണേ. അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ. എത്ര കണ്ട് നിഅമത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നത്, അതെല്ലാം നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ ഓർക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ആ കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായി നിങ്ങളെ ഞാൻ നിയമിക്കുകയുണ്ടായി, ഏറ്റവും ശ്രേഷ്ഠരാക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ യാക്കൂബ് നബിയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈസാ നബിയുടെ കാലഘട്ടം വരെ, ബനൂ ഇസ്രായേലിന്റെ കാലഘട്ടമാണല്ലോ, ആ കാലഘട്ടം വരെ നിങ്ങളെ ഞാൻ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കി. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നു, അതെല്ലാം നിങ്ങൾ ഓർക്കണേ, നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ. വത്തഖൂ യൗമൻ, അതുപോലെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണേ. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഏത് ദിവസമാണ്? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാൾക്കും മറ്റൊരാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്ത ദിവസം. എങ്ങനെ? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാൾക്കും മറ്റൊരാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയാത്ത ദിവസം. പിന്നെയോ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ,
ആരിൽ നിന്നും ശുപാർശ സ്വീകരിക്കപ്പെടാത്ത ദിവസം. ഇല്ലാമൻ അദിന ലഹു റഹ്മാൻ, അള്ളാഹ് അനുവാദം കൊടുത്തവർക്കല്ലാതെ, പടച്ചവൻ അനുവദിച്ചവരല്ലാതെ വേറെ ആർക്കും ശുപാർശ കൊടുക്കാൻ കഴിയാത്ത, ശുപാർശകൾ സ്വീകരിക്കാൻ കഴിയാത്ത ദിവസം. വലാ യുഖദു മിൻഹാ അദിൽ, ഒരു മോചന ദ്രവ്യവും സ്വീകരിക്കാത്ത ദിവസം. അന്ന് സംഭാവനകൾ സ്വീകരിക്കില്ല, മോചനദ്രവ്യം സ്വീകരിക്കുകയില്ല. അങ്ങനെയെങ്കിലും എപ്പോഴത്തെ രക്ഷപ്പെടാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. പിന്നെയോ വലാഹും യുൻസറൂൻ, കുറ്റവാളികൾക്ക്, തെറ്റ് ചെയ്തവർക്ക് ഒരു വിധത്തിലുള്ള സഹായവും ലഭിക്കാത്ത ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അതേ ദിവസമാണ്, ഏത് ദിവസമാണ്? ഖിയാമത്ത് നാൾ, നാളെ റബ്ബിന്റെ മുന്നിലുള്ള ആ ദിവസം. ഞാൻ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. അതൊക്കെ ദുനിയാവിൽ കഴിഞ്ഞു, ദുനിയാവിൽ കഴിഞ്ഞു. അവിടെ വെച്ച് ഭാര്യയെ കാണുകയാണ്, കൂടെ കഴിഞ്ഞ ഭാര്യ, പോറ്റി വളർത്തിയ മക്കള്. നമുക്കൊരു നന്മ ആവശ്യമുണ്ട്, ഒരു നന്മയുടെ കാര്യമുള്ളൂ. ഒറ്റ നന്മ കിട്ടിയാൽ നമ്മൾ ഓക്കെയാണ്. ഒറ്റ നന്മ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. ഭാര്യയോട് ചോദിക്കും, മക്കളോട് ചോദിക്കും, കൈമലർക്കും, ഇല്ല എന്ന് പറയും. ആരുടെയും ബാധ്യതയെ എടുക്കാൻ കഴിയില്ല. അപ്പനെ. അതാണ് ആഖിറ എന്ന് പറയപ്പെടുന്നത്, നാളെ ആഖിറ. അതൊക്കെ ദുനിയാവിലാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് കൊടുത്ത് സഹായിക്കുക, ഒരു കൈ കൊടുത്ത് സഹായിക്കുക, കടം കൊടുത്ത് സഹായിക്കുക, പാവപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ സഹായിക്കുക. ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് ദുനിയാവിലാണ്. ആഖിറത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. അതൊക്കെ കഴിഞ്ഞു. ഒരേ ഒരാൾക്ക് മാത്രമേ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് ഞങ്ങളെ അർഹരാക്കണേ. അതിന് യോഗ്യത വേണം. നബിയുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് യോഗ്യത വേണം. യോഗ്യത ഉണ്ടെങ്കിലേ ശഫാഅത്ത് കിട്ടത്തുള്ളൂ. ആ ശഫാഅത്തിന് അർഹരാക്കണേ എന്ന് നമ്മൾ ചോദിക്കുന്നു. വലാ യുഖ്ബലു മിന്നാ ശഫാഅ, ആരിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കത്തില്ല. വലാ യുഖദു മിന്നാ അദിൽ, ഒരു മോചനദ്രവ്യവും ആരിൽ നിന്നും സ്വീകരിക്കത്തില്ല. വലാ ഹും യുൻസറൂൻ, കുറ്റങ്ങൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ഒരു സഹായവും ലഭിക്കത്തില്ല. അങ്ങനെയുള്ള ദിവസത്തെ നമ്മളെപ്പോഴും ഭയപ്പെടണേ, സൂക്ഷിക്കണേ എന്ന് പറയാം. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, ആ ദിവസത്തെ സൂക്ഷിക്കണേ. ദുനിയാവിൽ കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണേ ദുനിയാവിൽ ജീവിക്കാൻ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോകുന്ന അപാകതകളെ, പാപങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. മരിക്കുന്ന സമയം വരെ പരിശുദ്ധമായ നമസ്കാരത്തിൽ കർശന പുലർത്തുവാൻ, കാർക്കശ്യം പുലർത്തുവാൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നിസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിക്കാതെ നിസ്കാരം നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ ക്ഷമ കിട്ടുപോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷമയെ മുറുകെ പിടിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യظنون أنهم ملاقو ربهم وأنهم إليه راجعون. يا بني إسرائيل اذكروا نعمتي التي أنعمت
عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.